ചൊവ്വല്ലൂർ ശിവക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് കണ്ടാനശ്ശേരിയിലാണ് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം. പടിഞ്ഞാറ് ദർശനമായി ഈ ക്ഷേത്രത്തിന് അകത്ത് പ്രവേശിച്ചാൽ ബലിക്കൽപ്പുരയിൽ 10 അടിയോളം ഉയരമുള്ള ബലിക്കല്ല് കാണാം. കൊടിയേരിയുള്ള ഉത്സവം ഇല്ലാത്തതിനാൽ കൊടിമരം ഇല്ല. പ്രദക്ഷിണ വഴിയിൽ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്ക് ദർശനമായി ബാലസുബ്രഹ്മണ്യ പ്രതിഷ്ഠയുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് നവഗ്രഹ ക്ഷേത്രവും കാണാം. പടിഞ്ഞാറ് ഭാഗത്ത് താഴേക്കിറങ്ങിയാൽ ക്ഷേത്രക്കുളവും വിശാലമായ പാടങ്ങളും കാണാം. കിഴക്ക് തെക്ക് ദിശയിൽ ശ്രീ ഹനുമാൻ പ്രതിഷ്ഠയും ഉണ്ട്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അപൂർവമായി സിംഹോദരന്റെ പ്രതിഷ്ഠയും ഉണ്ട്. ശിവഗണങ്ങളിൽ പ്രധാനിയാണ് സിംഹോദരൻ. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ സിംഹോദരന്റെ പ്രതിഷ്ഠ കാണാം. അകത്ത് 2 നിലകളോട് കൂടിയ വട്ടശ്രീകോവിലിൽ ചെമ്പ് മേഞ്ഞതാണ്. പടിഞ്ഞാറ് ദർശനമായി 3 അടിയോളം ഉയരമുള്ള സ്വയംഭൂലിംഗവും മറുവശത്ത് കിഴക്ക് ദർശനമായി ശ്രീ പാർവതീദേവിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പൻ അഭിമുഖമായാണ് ചൊവ്വല്ലൂർ മഹാദേവൻ വിരാജിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തിയും ഗണപതിയും ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമായി തോന്നിയിട്ടുള്ളത് വിഗ്രഹരൂപത്തിലുള്ള സപ്തമാതൃക്കളാണ്. വ്യക്തമായും അടുത്തായും ഇത് ദർശിക്കാം. സാധാരണ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് സപ്തമാതൃക്കൾ വിഗ്രഹരൂപത്തിൽ കാണാറുള്ളത്. ചുരുക്കത്തിൽ പത്നിപുത്ര സമേതം പരിവാരങ്ങളോടുകൂടി മഹാദേവൻ കുടികൊള്ളുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ചൊവ്വല്ലൂർ മഴവന്നൂർ മനയിലെ ഒരു നമ്പൂതിരി എല്ലാ മാസവും തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മുടങ്ങാതെ ദർശനം നടത്തിയിരുന്നു. ഒടുവിൽ വാർദ്ധക്യം ബാധിച്ച നമ്പൂതിരി ഇനി മുടങ്ങാതെ ദർശനം നടത്തുവാൻ കഴിയില്ല എന്ന് വിഷമത്തോടെ വടക്കുംനാഥനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഭഗവാൻ ഇവിടേക്ക് എഴുന്നള്ളി എന്നാണ് ഐതിഹ്യം. പുറത്ത് തെക്ക് ഭാഗത്തായി തിരുവമ്പാടി ക്ഷേത്രവും കാണാം. കിഴക്ക് ദർശനമായി ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് പ്രതിഷ്ഠ. ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം റൂട്ടിൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.